അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും തോറ്റിരിക്കുകയാണ്. എന്താ ചെയ്യല്ലേ, എത്ര വലിയ ആരാധക പിന്തുണ ഉണ്ടായിട്ടും അതിനൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു നല്ലൊരു മികച്ച ഒരു മാനേജ്മെന്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെത് എന്ന് പറയാതെ വയ്യ. ഇതെത്ര കളിയായി തോക്കുന്നത്. ഇപ്പോൾ ഒക്കെ പോവുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ലീഗിൽ, ഒരു പുതിയ ലീഗിൽ നമുക്ക് അടുത്ത സീസൺ കളിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു അവിടുന്ന് ഇനിയിപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ലീഗിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 കളി ജയിച്ചേക്കാം. കാരണം അതിനകത്ത് കുറച്ചുകൂടി ഡൗൺ ആയിട്ടുള്ള ടീമുകളായിരിക്കല്ലോ. പക്ഷേ ഈ ഒരു കളി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അതിൽ പോയി കഴിഞ്ഞാലും അവിടുന്ന് റിലീഗേറ്റഡ് ആയ അതിൻ്റെ അടുത്ത ലീഗിൽ പോയി അങ്ങനെ താന്ന് വിസ്മൃതിയിലായി പോകുന്ന എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്ന് എനിക്ക് തോന്നുന്നു ഗോകുലം കേരള FC ക്കായിരിക്കും ചിലപ്പോൾ തിരിച്ച് ISL എത്തുക. അങ്ങനെയാണെങ്കിൽ ഇത്ര നല്ല ആരാധക പിന്തുണ ഉണ്ടായിട്ട് അതൊന്നും ഉപയോഗിക്കാൻ അറിയാത്ത ഒരു ടീമുണ്ട് എന്നുണ്ടെങ്കിൽ, ലോകത്തൊരു ടീമുണ്ട് എന്നുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള പേര് മാറ്റി കേരള ലോസ്റ്റേഴ്സ് എന്നിടുന്നതായിരിക്കും നല്ലത്. ആക്ച്വലി ഇതിന്റെ ഏറ്റവും വലിയ ലൂസിങ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് ആണെന്നുള്ള കാര്യം പറയാതെ വയ്യ. കളിക്കാരെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളതോ, ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 മാസം വരെ നിന്ന് കഴിഞ്ഞാൽ ഒരു ചിലവിനോട് തിന്നാനും കുടിക്കാനും കൊടുക്കേണ്ട പേടിയും കൊണ്ട് ഓലെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ ഓരോ കോൺട്രാക്ട് അങ്ങ് ടെർമിനേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ഓരോ ക്ലോസുകളിൽ, അതായത് നല്ല കളിക്ക് ആകെ ഒരു പിന്നെ ആൾക്കാരെ വായടപ്പിക്കാൻ വേണ്ടി അഡ്രിയാൻ ലൂണനെ മാത്രം വെച്ച് ഈ സീസൺ അഡ്രിയാൻ ലൂണനെയും വിട്ട് മറ്റുള്ള ടീമുകളൊക്കെ എത്ര പ്രൊഫഷണൽ ആയിട്ട് നടത്തുന്നത്. ഈ പരിപാടി അറിയില്ലെങ്കിൽ നിർത്തി പോവുക. ഓക്കെ, ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പഠിക്കാൻ തോന്നുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒന്നുമില്ല എന്തെങ്കിലും പ്രോഫിറ്റ് എങ്കിലും ഉണ്ടെന്നെങ്കിലും വിചാരിക്കാം. ഇതല്ലല്ലോ. ഇത് എന്തായി കാണിച്ചു കൂട്ടുന്നത്? നിറഞ്ഞു കഴിഞ്ഞുകൊണ്ടിരുന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഈച്ച പോലും കയറാത്ത കണ്ടീഷനിലേക്ക് എത്തി. ഗേറ്റ് തകർന്നു പോകുന്നു. എന്തൊക്കെയോ കളിയാണ്. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എത്താൻ ഒരുപാട്, ഇത്രയും എന്താ പറയാ, പലരും അത്ഭുതപ്പെട്ട കാണികളുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. അതിനൊപ്പം പശ്ചാത്താപം, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല പല വികാരങ്ങളാണ് ഇപ്പോൾ തോന്നുന്നത്. ഈ ഒരു പിന്നെ ഓണേഴ്സിന് ഇനിയിപ്പോൾ ലാഭം കിട്ടാണ്ട് ഇനിയിപ്പോൾ ആൾക്കാരെ കുറഞ്ഞ് ലാഭം കുറയുന്ന കണ്ടീഷൻ ആകുമ്പോൾ എല്ലാം അല്ലെങ്കിൽ വിടേരിക്കില്ലേ. അങ്ങനെ വിട്ടാലെങ്കിൽ ക്ലബ്ബ് നന്നാവും വിചാരിക്കുക. അല്ലാണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രം അത്ര വലിയ നിർഭാഗ്യം. പിന്നെ മോഹൻ ബഗാൻ, അതുപോലെ തന്നെ പല ക്ലബ്ബുകളും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ബാംഗ്ലൂർ FC വളരെ പ്രൊഫഷണൽ ആയിട്ടല്ലേ പോകുന്നത്. പറ്റൂലെങ്കിൽ ഇതൊക്കെ നിർത്തിപ്പോവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ തോറ്റ് നമ്മൾ അവിടെ ഇത്തവണയെങ്കിലും നമ്മൾ 1ാം സ്ഥാനത്തെത്തും. എവിടെ? താഴെ. ജയ് കേരള ബ്ലാസ്റ്റേഴ്സ്. ബൈ.